ചെയ്യാവുന്നല്ലോ. നിനക്ക് കോളേജിൽ പോകുന്ന സമയല്ലേ, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. സുമേ, ചായക്ക് എന്താ ചൂടില്ലാത്ത? അത് അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോ ഞാൻ ചായ കൊണ്ട് വെച്ചതാ. ഇത്ര വൈകുന്ന അറിയില്ലായിരുന്നു. ഞാൻ ഭാസ്കരനോട് സംസാരിച്ചെന്താ. നീ ഒരു കാര്യം ചെയ്, വേറെ ചായയും എടുത്തോ. അച്ഛാ, ഞാൻ ഇറങ്ങാണേ. കോളേജ് കഴിഞ്ഞിട്ട് കമ്പൈൻ സ്റ്റഡിയാണ്, സ്പെഷ്യൽ ക്ലാസ് ആണ് പറഞ്ഞിട്ട് 5-6 മണി വരെ നിൽക്കരുത്. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ എത്തണം. അതച്ചാ, എക്സാം എടുക്കാറായില്ലേ, അതുകൊണ്ടാ. എന്ത് എക്സാം ആയാലും വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. നീ ആ ചായ അവിടെ വെച്ചിട്ടേ എന്റെ വെള്ളം കൊണ്ടു ആ ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കി. 10 മണിക്ക് പഞ്ചായത്തിൽ പോകാനുള്ളതാ. അമ്മ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ സ്ഥിതി കുറച്ച് മോശമാണ് അത്ര. ഹേമ ഇന്നലെ വന്ന് കുറച്ച് പൈസ എന്തോ കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ മൂത്തളായി ഞാൻ എന്തേലും. ഹേമ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് സമ്പാദിക്കുന്ന ആളാ. നിന്നെ പോലെ വേലയും കൂലിയില്ലാത്തവളല്ല. കഴിഞ്ഞ മാസം ഹോസ്പിറ്റലിൽ പോകാൻ 2000 കൊടുത്തല്ലേ, അത് മതി. നീ പോയിട്ട് ആ ഡെയിലി ഒന്ന് സെറ്റാക്ക്. കല്യാണത്തിന് പോകാനുണ്ട്. ശരിയെന്നാ സഹോദരൻ, ഞാൻ ഇറങ്ങാം. ഒരുപാട് നടന്ന് ആകെ വേർത്ത് പൊളിച്ചു പോയി. സതീശ, നിന്റെ അറിവില്ലേ വല്ല പെൺകുട്ടികൾ നീ പറയുന്നത്? സുധാകരന്റെ മക്കൾക്കൊക്കെ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ ആർക്കാ പെൺകുട്ടി? എന്റെ അനിയന്റെ മോനാ. ചെക്കൻ ദുബായിൽ പിച്ചിച്ചാ. 32 വയസ്സായി. പക്ഷെ ഒറ്റ മോനാ, കോടീശ്വരൻ. ഓ, നമ്മുടെ ഫാറൂഖിലുള്ള രാധാകൃഷ്ണന്റെ മോനല്ലേ? അതന്നെയാ. അവ അടുത്ത മാസം നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നോക്കി വെച്ചാലേ ഞങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം നടത്താലോ. പിന്നെ നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടല്ലേ, ഒന്ന് പറയുന്നേ. എന്തായാലും ഞാൻ നോക്കട്ടെ സോട്ടാ. എന്നാ ശരി. എന്ത് പറ്റി? വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ ഇരിക്കാണല്ലോ. ചായയും കുടിച്ചിട്ടില്ല, പേപ്പർ ഓടി ഇരിക്കണോ? നമ്മുടെ രാരൂത്തുള്ള സുധാകരനല്ലേ, മൂപ്പര് അനിയന്റെ മോനുണ്ട്, ഫാറൂഖിലെ വീട്. ചെക്കൻ ദുബായിൽ ഭയങ്കര ബിസിനസ്സാ. ഒറ്റ മോനാ, കോടീശ്വരൻ. അപ്പൊ അവൻ അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ട്. ചെക്കൻ്റെ കല്യാണം നോക്കുന്നുണ്ട്. നമ്മുടെ മോൾക്ക് അവന്റെ ആലോചന നോക്കിയാലോ? മോള് പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അല്ലെങ്കിലും അവൾക്ക് 20 വയസ്സ് തികയുന്നല്ലുള്ളൂ. നിങ്ങൾ പറയണ സുധാകരേട്ടന്റെ അനിയന്റെ മോൻ എന്നൊക്കെ പറയുമ്പോ ചെക്കന് നല്ല പ്രായം കാണില്ലേ? വലിയ പ്രായമൊന്നുമില്ല. ചെക്കന് 32 വയസ്സേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ വിഷയം. നല്ല പൈസക്കാരനാ. കല്യാണം കഴിച്ചാൽ ഇവൾക്ക് അന്തസ്സായിട്ട് അവിടെ ജീവിക്കാലോ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്തിനാ, അടുക്കളയിൽ നിൽക്കാൻ തന്നെയല്ലേ. ഒരു പേരിന് പഠിപ്പിച്ചു, അത്ര തന്നെ. ചെക്കൻ അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ട്. നാളെ ഞായറാഴ്ചയല്ലേ. നീ ആ പെണ്ണിനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. അത് വേണോ? നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചല്ല, അവളോട് പറയാനാ പറഞ്ഞത്.
ഡിഗ്രി പോലും കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പത്തേക്ക് എനിക്ക് കല്യാണോ? അതും ഈ 32 വയസ്സായാലും കൂടിയാ? അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് അമ്മ തിരിച്ച് ഒരു അക്ഷരം പറയണ്ടേ എന്നോട് ഇപ്പൊ അഭിപ്രായം ചോദിക്കാൻ വന്നിരിക്ക? എന്താ അമ്മ അത്? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല മോളെ. ഇന്നേ വരെ നിന്റെ അച്ഛനെ എതിർത്ത് അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. പറയണതൊക്കെ അനുസരിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്ക, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അച്ഛന്റെ അടിമയൊന്നും അല്ലല്ലോ, ഭാര്യ തന്നെയല്ലേ. ഇതിനുള്ള മറുപടി ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞോളാം. അവന്റെ പ്രായമാണോ നിനക്ക് പ്രശ്നം? ഞാനും നിന്റെ അമ്മയും തമ്മിൽ 11 വയസ്സ് വ്യത്യാസമുണ്ട്. എന്നിട്ട് നിന്റെ അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അവന് സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്? പിന്നെ നിനക്ക് മാത്രം എന്താ? അമ്മ ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കാന്നോ? ആണോ അമ്മേ? അവൾക്ക് ഇവിടെ എന്തിന്റെ കുറവാണുള്ളത്? വലിയൊരു വീടില്ലേ, 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ലേ, ആവശ്യത്തിന് ഡ്രസ്സ് ഞാൻ മേടിച്ചു കൊടുക്കുന്നില്ലേ? അത് പോരെ ഒരു ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കേ? 3 നേരം ഭക്ഷണം കുറച്ച് ഡ്രസ്സും കിട്ടിയല്ല ഇന്ന് അച്ഛന്റെ വിചാരം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-22 വർഷമായില്ലേ? ഇനി അച്ഛൻ അമ്മനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? മനസ്സിലാവാണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. ഇന്നേ വരെയായിട്ട് അച്ഛനും അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നീ കണ്ടിട്ടുണ്ടോ? പ്രശ്നം ഉണ്ടാക്കി അമ്മ എന്തെങ്കിലും സംസാരിച്ചിട്ട് വേണ്ടേ? അച്ഛൻ ഓരോ കാര്യങ്ങൾ എങ്ങനെ കൽപ്പിക്കും, അമ്മ ഒരു അടിമനെ പോലെ അതെല്ലാം അനുസരിക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ പ്രശ്നം ഉണ്ടാവാനാ? അടിമനെ പോലെയോ? ഇതേ ഞാൻ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ തലേ കയറുന്നുണ്ടല്ലോ. ഇതന്നെയാ ഇവിടുത്തെ പ്രശ്നം. അച്ഛൻ എന്തെങ്കിലും തീരുമാനിച്ചാ അത് നടന്നിരിക്കണം. ഒരു കുടുംബമാകുമ്പോ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോ രണ്ടാളും പരസ്പരം ആലോചിച്ചിട്ടൊക്കെയല്ലേ ചെയ്യാ? ഇത് അച്ഛൻ എന്തെങ്കിലും തീരുമാനിക്കും, അത് ഞങ്ങൾ രണ്ടാള് തലയിൽ അടിച്ചേൽപ്പിക്കും. മോളെ, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. കുറെ കാലമല്ലേ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മന്റെ എന്തെങ്കിലും ഒരു ഇഷ്ടം അച്ഛനറിയോ? പഠിപ്പിക്ക, ജോലി വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ 18ാമത്തെ വയസ്സിൽ അമ്മന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ലേ. എന്നിട്ട് ഇത്രയും കാലമായിട്ട് ആ പാവത്തിന് ഈ വീടിന്റെ പുറത്തിറക്കിയിട്ടുണ്ടോ? സ്വന്തം അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെലവിന് കുറച്ച് പൈസ വെച്ചപ്പോ അച്ഛൻ എന്താ അമ്മനോട് പറഞ്ഞത്? ജോലിയും കൂലിയും ഇല്ലാത്തവളെന്നല്ലേ. ഇപ്പൊ കല്യാണം കഴിച്ചു പോയാ നാളെ എനിക്കും ഇതേ ഗതിയായിരിക്കില്ലേ? അതുകൊണ്ട് എന്റെ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കൂ. എനിക്ക് ആന്റെ അടിമയാകാനല്ല അച്ഛാ, ഒരു ഭാര്യയായിട്ട് ജീവിക്കാനാ ഇഷ്ടം.